ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞില്ല. അതിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. എവിടെയാണ്? ഇസ്രായേലിലാണോ ഇറാനിലാണോ? ഇവിടെ നടക്കുകയല്ലേ. ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇപ്പോഴും പറയാണ് ഇസ്രായേലിനെ തകർത്തിരിക്കുന്നു, മിസൈൽ അയച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് മറ്റേ പടക്കം പൊട്ടിയ പോലെ പിള്ളേർ അതൊക്കെ എടുത്ത് അമ്മാനമാടി കളിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് അയച്ച സമയത്ത് ഈ മിസൈൽ തിരിച്ച് ഉന്നം പിടിക്കാൻ പോലും അറിയത്തില്ല എന്നുള്ളതാണ്. ഇസ്രായേലിലേക്ക് അയച്ചതാണ്. പക്ഷെ തിരിച്ചു വന്നേച്ച് ടക്കേന്ന് ഈ അയച്ചവന്മാരുടെ ദേഹത്ത് തന്നെ കൊണ്ടു. ആണോ? അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ മെസ്സേജ് അയച്ചപ്പോൾ ഇവർ വലിയ കോമഡി ആട്ടോ. ഇറാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇറാനെ കുറിച്ച് ആദ്യമേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് റെയ്സി മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. പഴയ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ആ ഹെലികോപ്റ്റർ തകർന്നു വീണ അയാൾ മരണപ്പെടുന്നത്. അപ്പോഴേ നമ്മൾ പറഞ്ഞു ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഈവൻ പ്രസിഡന്റിന് പോലും സുരക്ഷയില്ല, പഴയ വിമാനങ്ങളിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന എല്ലാം മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഒന്നും ഇല്ല ഇവരുടെ കയ്യിൽ. അവരുടെ കയ്യിൽ ഒരു ആണവായുധം ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇവരിപ്പം നടക്കുന്നത്. പക്ഷെ അതിന് ഇസ്രായേൽ സമ്മതിക്കത്തുമില്ല. അതാണ് പരമാർത്ഥം. അവരുടെ കയ്യിൽ ഒരു വെപ്പൺസും ഇല്ല. ഇവർ അയക്കുന്ന മെസ്സൈലുകളെല്ലാം ഇവർക്ക് തന്നെ പാരയായിക്കൊണ്ടിരിക്കുകയാണ്. 181 മെസ്സൈലുകൾ, 200 എണ്ണം അയച്ചെന്ന് പറഞ്ഞു. 181 മെസ്സൈലുകൾ ഇസ്രായേലിലേക്ക് ചെന്നു. അതിൽ 90% അയൺ ഡോം തടഞ്ഞു. ഒരാൾ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടത് ആരാണ്? ഒരു മെസ്സേജ് ചെന്ന് വീണത് പാലസ്തീനിലാണ്. വെസ്റ്റ് ബാങ്കിലാണ് ഒരു മെസ്സേജ് ചെന്ന് വീണത്. ഈ ഒരു മെസ്സേജ് വെസ്റ്റ് ബാങ്കിൽ ചെന്ന് വീണപ്പോൾ അവിടെ ഒരു പാലസ്തീൻകാരനാണ് കൊല്ലപ്പെട്ടത്. ഈ ഇസ്രായേലിലേക്ക് വന്ന് വീണ മെസ്സേജുകൾ എല്ലാം എന്താണ്, അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ ആഘോഷിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എനിക്കത് പറയുമ്പോൾ ചിരി വരുന്നു. ഇപ്പൊ ഇറാൻ കടുത്ത മിസൈൽ ആക്രമണം അങ്ങോട്ട് നടത്തി എന്നാണല്ലോ പറയുന്നത്. ഈ കടുത്ത മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ട് ഇപ്പൊ ഇവർ 200 മെസ്സൈൽ അയച്ചു എന്ന് പറയുന്നു. അതിന്റെ കുട്ടൻസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. 151 പോയുള്ളൂ. ബാക്കി എവിടെ? ബാക്കി തിരിച്ചടിച്ച് ഇവരുടെ ലോഞ്ച് പാഡ് അടക്കം തകർത്തുകൊണ്ട് വലിയ സ്ഫോടനത്തോടു കൂടി ലോഞ്ച് പാഡ് അടക്കം പൊട്ടിത്തെറിച്ചു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇവർക്ക് കാരണം അത് അവരുടെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന ടെക്നോളജി അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് ഇറാൻ തൊടുത്തു വിട്ടത്. എന്നാൽ ഇത്തരത്തിൽ മിസൈൽ തൊടുക്കുന്നതിനിടെ ഇറാന് സ്വന്തം സൈനികരുടെ തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ചില മിസൈലുകൾ ഇറാനിൽ തന്നെ വന്ന് വീണു എന്ന് പറയുന്നുണ്ട്. പ്രാദേശികവാസികൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇറാൻ യാതൊരുവിധ കൺഫർമേഷനും ഇതുവരെ തന്നിട്ടില്ല. പക്ഷേ ഇറാന്റെ സൈനികർ മരിച്ചിട്ടുണ്ട്. ഇറാന്റെ 2 സൈനികരാണ് എനിക്ക് തോന്നുന്നു. ഇത് ദ സൺ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ദ സൺ. അപ്പോൾ ഇതില് മരണപ്പെട്ടത് 2 പേരാണ്. അതും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായിട്ടുള്ള 2 പേരും മരണപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, യവന്മാര് ഇസ്രായേൽ തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല, യവന്മാര് സ്വയം കുത്തിച്ചത്തോളൂ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോ യവന്മാർ ഈ 181 മിസൈൽ അയച്ചപ്പോൾ യവന്മാരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം, ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തു. പക്ഷെ യവന്മാർക്ക് മിസൈൽ അയച്ചിട്ട് യവന്മാർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നതിന്റെ ജോണേട്ട. അപ്പൊ പോരാത്തതിന് ഈ മിസൈൽ ആക്രമണത്തില് ഈ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ അറിഞ്ഞതെന്നറിയാമോ? ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമല്ലോ. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു പ്രാദേശികവാസിയായിട്ടുള്ള സ്ത്രീയാണ് പറഞ്ഞത് യവന്മാരുടെ ലോഞ്ച് പാഡ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കോമഡി എന്നാണ്. അവിടെ ഒരു പ്രാദേശികവാസിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പറഞ്ഞത് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ കാണാൻ യുവമാരുടെ ലോഞ്ച് പാഡ് നിന്ന് കളിച്ചുന്നു. നോക്കിയപ്പോ മുകളിലോട്ട് പോയ കുറെ മെസ്സേജുകൾ തിരിച്ചു വന്ന് താഴോട്ട് വീഴുന്നു. അങ്ങനെ അവിടെ തുരുതുരാ പൊട്ടിത്തെറിയുണ്ടായി എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ കാര്യം തകരാറിലായി എന്നാണ് വിചാരിച്ചത്. അപ്പൊ കാണാം ഈ സൈനികരെല്ലാം നിലവിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടുന്നു. അതായത് അങ്ങോട്ടേക്ക് അയച്ച സൈനികർ ഒരു കാര്യം ആലോചിച്ച് നോക്കും, യുവമാരി ഈ താവളത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടണമെങ്കിൽ എന്ത് ഭീകരമായിരിക്കും യുവന്മാരുടെ ഒരു എന്താ അതിന്റെ ഒരു കാഠിന്യം അതിന്റെ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവന്മാർക്ക് നേരെ വന്ന് പതിക്കുന്ന മെസ്സേജുകളെല്ലാം ലക്ഷ്യം കണ്ടു. അങ്ങോട്ടേക്ക് അയച്ച മെസ്സേജുകൾ ഒന്നും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിലോട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കെട്ടിടം പോലും കുലുങ്ങിയതായിട്ട് അറിവില്ല. പക്ഷേ ഇവിടെ വന്ന് വീണ മെസ്സേജിന്റെ ആഘാതത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങി, തീ പടർന്നു, തീ മുകളിലേക്ക് ഉയർന്നു. 22.5 ടൺ ഭാരമുള്ള സെജിൽ ബാലിസ്റ്റിക് മിസൈലാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് അനൗദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി ഇറാന് നാണക്കേടിന്റെ മേലെ വേറൊരു നാണക്കേട് കൂടിയായി. എന്തായാലും നമ്മുടെ അയത്തുള്ള ഖമേനി പുറത്തിറങ്ങുന്നുണ്ട്. അയാള് 5 വർഷത്തിന് ശേഷം ഒരു സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഒളിവിലായിരുന്നു. ഇപ്പൊ ബങ്കറിൽ നിന്ന് പുറത്തു വന്നു, ഒരു ചേമ്പലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
സീരിയസ്ലി. കാരണം അയാൾക്ക് പേടി, ഈ വൈദ്യുതി ഒന്നുമില്ല, ബങ്കറിൽ വൈദ്യുതി ഒന്നുമില്ല, വൈദ്യുതിയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണോ പേടിച്ച്. വൈദ്യുതി ഇല്ല, ഒന്നുമില്ല അതിനകത്ത്. ഭക്ഷണം പോലും പോയിസൺഡ് ആണോ എന്ന് പേടിച്ചാ പുള്ളി കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഒരു സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ ഇയാൾ പറയാൻ പോകുന്നത് വേറൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഞങ്ങളെ മിസൈലുകളെല്ലാം ലക്ഷ്യം കണ്ടു, ഞങ്ങളുടെ മിസൈലുകളെല്ലാം ലക്ഷ്യം കണ്ടു, ഞങ്ങൾ ഇസ്രായേലിനെ വിറപ്പിച്ചു എന്നൊക്കെ പറയാനാണ് ഇവർ പ്രധാനമായിട്ടും. അപ്പോൾ ഈ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാലസ്തീനിലുള്ള ആൾക്കാരും ഇറാനിലുള്ള ആൾക്കാരും തന്നെയാണ്, അല്ലാതെ ഇസ്രായേലിന്റെ രോമത്തിൽ പോലും ഇത് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ ഇനി ഈ ഇസ്രായേൽ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇസ്രായേൽ വെറുതെ ഉണ്ടാതിരിക്കുന്നത്. ഇസ്രായേലൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരു നാണക്കേടുണ്ടായല്ലോ. അവന്മാരെ മെസ്സേജ് ഇങ്ങോട്ട് അവന്മാരെ അയക്കാനുള്ള ധൈര്യം വന്നല്ലോ. അതെ, അല്ല അതൊരു എന്താ, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഈ വരുന്ന 7-ാം തീയതി വരെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെന്താ? ഈ ജൂതന്മാരുടെ ഒരു വിശുദ്ധ ദിവസവും ഒരു വ്രതവും, ഇപ്പൊ ജൂതന്മാരുടെ ഇത് പറഞ്ഞല്ലോ, പുതുവത്സരം പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയൊക്കെ ആശംസ തന്നെ. എന്തോ ഈ സാബത്ത് ആഴ്ചയിൽ അങ്ങനെ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ദിവസം, വളരെ പ്രധാനപ്പെട്ട വളരെ വിശിഷ്ടം. അപ്പൊ ആ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ആണവ നിലയങ്ങൾക്കെതിരെയാണോ അല്ലെങ്കിൽ മറ്റേ ഇത് പറയുമല്ലോ നമ്മുടെ എണ്ണപ്പാടങ്ങൾക്കെതിരെയാണോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. പക്ഷേ ഇസ്രായേലിന്റെ തിരിച്ചടി വേറെ ഒരാൾ പറയുന്നത് ഖമനേയിയെ വധിക്കാനാണ് ഇസ്രായേൽ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേൽ പറയുന്നത് ഒന്നാണ്, ഞങ്ങൾ ഇങ്ങനെ ചില തിരിച്ചടിയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ നിർത്തും. പക്ഷെ അങ്ങനെയല്ല, ഖമനേയിയെ വധിക്കാനാണ് ഇസ്രായേലിന്റെ പ്ലാൻ എന്നാണ് പല ആൾക്കാരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇസ്രായേൽ അതോടുകൂടി വിടും. കാരണം അവർക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് ഒരു എൻകൗണ്ടർ അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഖമനേയി ആയിരിക്കും അവരുടെ അടുത്ത ഇര എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അറിയാലോ, ഇറാന്റെ പരമോന്നത നേതാവാണ് ഖമനേയി എന്ന് പറയുന്നത്. അവർക്ക് ഖമനേയി പറയുന്നതിന്റെ അപ്പുറം ഇല്ല. അത്ര എന്ന് പറഞ്ഞാല് ഈ അവരുടെ മതപരമായിട്ടും അവരുടെ സാംസ്കാരികപരമായിട്ടും നമ്മൾ ഈ മാർപ്പാപ്പ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇറാന്റെ ഏറ്റവും വലിയൊരു സ്പിരിച്വൽ ലീഡർ കൂടെയാണ്, ആത്മീയ നേതാവ്. അതെ, ഖമനേയി എന്ന് പറയുന്നത്. ആ ഖമനേയിയെ വധിക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വാർത്തയാണ്. ഇസ്രായേലിന്റെ ഇമേജ് മിഡിൽ ഈസ്റ്റിൽ ഉയരും. ഇസ്രായേൽ ഒരു സൂപ്പർ പവർ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ ഉയരും. ഇറാഖിനെ ഓൾറെഡി ഇസ്രായേൽ അടിച്ച് 2-ാം നിലയിലോട്ട് വിട്ടു. ആ കൂട്ടത്തിൽ അറബ് രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇറാനെ കൂടെ അവിടെ ഒതുക്കി കഴിഞ്ഞാൽ വേറെ മിഡിൽ ഈസ്റ്റിൽ രാജ്യമില്ല ഇസ്രായേലിനെ വെല്ലാനായിട്ട്. ആ ലെവലിലോട്ട് ഇസ്രായേൽ ഉയരാനായിട്ട് പോവുകയാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് ജോണേട്ടൻ കണ്ടോ? ഈ നസറുള്ളയ്ക്ക് ശേഷം 2-ാമത് വന്നിട്ടുള്ള രക്തദാഹിയായിട്ടുള്ള, രക്തകൊതിയനായിട്ടുള്ള, മറ്റേ രാക്ഷസനായിട്ടുള്ള, അതായത് എന്ന് പറഞ്ഞാൽ അയാള് മനുഷ്യന്റെ ചങ്ക് വളർന്ന് ചോര കുടിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ, രാവണനെയൊക്കെ പോലെ. ആ ചങ്ക് വളർന്ന് ചോര പിടിക്കുന്ന മറ്റേ ഇവന്റെ ഇയാളുടെ സഹോദരൻ 2-ാമത്തെ തലവൻ, അയാളുടെ പേര് വന്നിട്ട് അബ്ദുൾ സഫീദിയോ അങ്ങനെ എന്തോ ആണ്, സഹീദി അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. ആ ഒരു ഭീകരനായിട്ടുള്ള ഇസ്രായേലിനെ കിടുകിടാ വിറപ്പിക്കാൻ പോകുന്ന ആ ഒരാളെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുട്ടുപോലെ വധിച്ചു കൊന്നു, മരിച്ചു. ഇപ്പം ഹസ്ബുള്ളക്ക് തലവനില്ല. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇയാളെ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇയാളുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. ഇയാളെ ലക്ഷ്യം വെച്ചാണ് അവിടെ ആക്രമണം നടത്തിയത്. എയർ സ്ട്രൈക്ക് ആയിരുന്നു. ഇയാളെ ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ആക്രമണമൊന്നുമല്ല. ഇസ്രായേൽ മുഴുവനായിട്ട് തൂത്ത് പറക്കി ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ പ്രദേശം മുഴുവൻ ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഇസ്രായേൽ ബോംബിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾ രക്ഷപ്പെടാൻ യാതൊരുവിധ സാധ്യതയില്ല എന്ന് പറയുന്നു. പിന്നെ പോരാത്തതിന് ഇറാന് കിട്ടിയ വലിയൊരു തിരിച്ചടി കൂടിയാണ് ഹിസ്ബുള്ള. കാരണം ഈ ഇറാനിലുള്ള ഖാസിം സുലൈമാനി കമാൻഡർ ഉണ്ടല്ലോ, അമേരിക്കയാണല്ലോ അയാളെ വധിച്ചത്. ഈ ഖാസിം സുലൈമാനിയായിട്ടും ഇറാനിലെ മതപണ്ഡിതരുമായിട്ടും വളരെയധികം ടൈപ്പുള്ള ഒരാളാണ് ഈ നമ്മുടെ ഇപ്പം മരിച്ചുപോയ ഈ ഹിസ്ബുള്ളയുടെ 2-ാമത്തെ തലവൻ. നസറുള്ള മരിച്ചു ഒരാഴ്ച കഴിഞ്ഞില്ല, അയാളുടെ സഹോദരനാണിത്. അയാളുടെ സഹോദരന് ഇപ്പം മരിച്ചു കഴിഞ്ഞു. പോരാത്തതിന് ഇറാനിൽ പോയി മതപഠനം നടത്തി തിരിച്ചു വന്ന ആളാണ് ഇയാളെന്ന് പറയുന്നത്. ഇറാനിലെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അയാളുടെ സഹോദരിയായിട്ടുള്ള സൊഹ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാനുമായിട്ട് ഇയാൾക്ക് ഭയങ്കര സൗഹൃദമാണ്. ഇറാൻ അത്രയധികം ഒരു പെറ്റിനെ പോലെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഈ ഇപ്പൊ മരിച്ചുപോയ 2-ാമത്തെ തലവൻ എന്ന് പറയുന്നത്. ഇന്നലെ അയാളെ തട്ടി, അയാളുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അറിഞ്ഞൂടല്ലോ ഇനി ബ്ലഡ് ട്രോമ വല്ലതും വന്നാണോ അയാൾ മരിച്ചത്. നസറുള്ളയുടെ കേസ് അറിയാലോ, നസറുള്ള മറ്റേ ഒരു പ്ലാസ്റ്റിക് ബോംബ് മതിയായിരുന്നു, വെറുതെ ഒരു ബങ്കർ ബ്ലസ്റ്റർ ചെലവാക്കണ്ടായിരുന്നു. അത് വരുന്ന കണ്ടപ്പോഴേ ഇയാൾ മരിച്ചു. അത്ര ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ മൃതദേഹം കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇസ്രായേൽ എല്ലാ രീതിയിലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ രീതിയിലും പല ഭാഗങ്ങളിലായിട്ട് കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനിൽ നിന്ന് ഇത്രയും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നത്. ഇസ്രായേൽ 4 പാടം തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനിലെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് ഇറാൻ ഉണ്ടാക്കുന്ന നാണക്കേട് നമ്മൾ മനസ്സിലാക്കണം. നാണക്കേട് അതിഭീകരമായിട്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് ഇനിയിപ്പം നമുക്ക് 7-ാം തീയതിക്ക് ശേഷം അറിയാം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. 7-ാം തീയതിക്ക് ശേഷം ഇവരുടെ ആ ഒരു സാപത്ത് ദിനത്തിന് ശേഷം വലിയൊരു നീക്കം ഇറാനിലോട്ട് നടക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ അത് കഴിയാൻ വരെ കാത്തിരിക്കില്ല, 7-ാം തീയതി രാത്രി ചിലപ്പോൾ കയറി അടിച്ചേക്കും.